പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓരോ ഞായറാഴ്ചയും ഇങ്ങനെ കണ്ടുമുട്ടാൻ കർത്താവ് വലിയ ക്രമം നൽകുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരിച്ചൻ്റെ പ്രാർത്ഥനകൾ, സച്ചൻ്റെ സ്നേഹാന്വേഷണമൊക്കെ ഞാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ വായിച്ച ഒരു ആധ്യാത്മിക പുസ്തകത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതാണ്: പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. എന്നിട്ട് പറയാണ്, എളിമയോടും ആത്മവിശ്വാസത്തോടും കൂടി അവിടുത്തെ വിളിക്കുക. അവിടുന്ന് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് എളിമയോടെ, ഞാൻ ഒന്നുമല്ല, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ആത്മവിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരും, നമ്മുടെ ഉള്ളിൽ ഉജ്ജ്വലിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെ വിളിക്കും. ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് അതേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ എന്നവിടുത്തെ വിളിക്കുക. നമ്മളിൽ വസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ആത്മാവേ എന്ന പരിശുദ്ധ റൂഹായെ, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കുറേ സമയം നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇടപെടണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ, എളിമയോടും സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. സ്നേഹത്തോടെ വിളിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അഗ്നിയിൽ എന്നെ ഉറകൊട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഒരുക്കി വാർക്കും പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഉറകൊട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഒരുക്കി വാർക്കും പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഓ എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ എന്ന പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, മരുഭൂമിയിൽ തണലായി നീങ്ങിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ താങ്ങി നടത്തുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, എന്റെ ആത്മാവിന്റെ ആത്മാവേ, ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ വിളിക്കുന്നു, സ്നേഹത്തോടെ വിളിക്കുന്നു. ഓ ആത്മാവേ, അവിടെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. അവിടെ ഒരു പുതു ചൈതന്യമായി ഞങ്ങൾ വന്ന് നിറയും.
ഇസ്രായേലിൻ തണലായി മാറി പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ കൈകളടിച്ച് ഇസ്രായേലിൻ തണലായി മാറി പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെ എന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെ എന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ താങ്ങി നടത്തണമേ. പരിശുദ്ധാത്മാവേ അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ ആത്മവിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ കൃപ നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ഓരോ വ്യക്തികളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരും വസിക്കുന്ന ആത്മാവിനെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പോരായ്മകൾ ഉള്ളവരാണ്, ഞങ്ങൾ കുറവുകളാണ് ഉള്ളവരാണ്. ഓ പരിശുദ്ധാത്മാവേ നിലത്ത് വീണ് ചെതറിപ്പോയ പളുങ്ക് പാത്രം പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഓ പരിശുദ്ധാത്മാവെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കണമേ. ഓ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവ് കൃപ കൊണ്ട് നിറയണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. 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 പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ നല്ലൊരു ആത്മാഭിഷേകത്തിന്റെ നിറവോടെ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥന കേൾക്കപ്പെടാനും പിശാചിനെ പുറത്താക്കാനും എളുപ്പമാർഗം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു എളുപ്പ വഴി, കുറുക്ക് വഴി നോക്കുന്നവരാണ് മനുഷ്യർ. എളുപ്പ വഴി നോക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചുരഹസ്യ പല എളുപ്പ വഴികളും, ചില കുറുക്ക് വഴികൾ ഈശോയെ പ്രാപിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് കേൾക്കപ്പെടാൻ, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകാനും ഒരു എളുപ്പമാർഗം വചനത്തിൽ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് കരുതുകയാണ്. അതിനാമുഖമായിട്ടൊരു വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ഉം 20-ഉം തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 18 and 20.
നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രഭാഷക പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. നല്ലൊരു വചനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മേഖലകളിൽ കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളായിരിക്കാം, ചിലപ്പോൾ ജോലി മേഖലകളിലായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയ മേഖലകളിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളിൽ നമ്മളെ കർത്താവ് ഉയർത്തി പടിപടിയായി ഉയർത്തി. അത് ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ജീവിതാന്തസ്സിന് അനുസരിക്കുന്ന വിധത്തിൽ കർത്താവ് ഉയർത്തിക്കൊണ്ട് പോവാം. അപ്പോൾ എത്രമാത്രം നമ്മൾ ഉയർത്തിക്കൊണ്ട് കർത്താവ് പോകുന്നോ അത്രമാത്രം വിനീതനായിക്കൊണ്ടിരിക്കണം എന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടും. ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം, ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. എത്രമാത്രം കർത്താവ് നമ്മളെ ഉന്നതത്തിലേക്ക് അല്ലെങ്കിൽ ഔന്നതത്തിലേക്ക് ഉയർത്തുന്നുവോ എൻ്റെ സഹോദരൻ, അതിനനുസരിച്ച് എളിമപ്പെടാനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരാളുടെ എളിമപ്പെടാനുള്ള ആ ഒരു സാധ്യതയ്ക്ക് അനുസരിച്ചായിരിക്കും കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും വലിയ എളിമയോട് കൂടി വേണം ഏറ്റവും വലിയ ബഹുമതി ചേർത്ത് വയ്ക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു വാക്യമാണ്. അഗസ്തീനോസ് പറയാണ്, ഏറ്റവും വലിയ എളിമയോട് കൂടി വേണം ഏറ്റവും വലിയ ബഹുമതി ചേർത്ത് വയ്ക്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു ബഹുമതി കർത്താവ് നൽകുമ്പോൾ അത് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ എളിമപ്പെട്ട സാഹചര്യങ്ങളോട് ചേർത്തായിരിക്കണം അത് വെക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലെയുള്ള ഒരു ബഹുമതി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് എളിമപ്പെടാനുള്ള അവസരങ്ങൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 22:26, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ നോക്കിയേ, ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ. അപ്പൊ വലിയ ബഹുമതി ആ എളിമയോട് കൂടി ചേർത്ത് വെക്കണം. വലിയ അധികാര സ്ഥാനത്തേക്ക് കർത്താവ് ഉയർത്തി, ഒരു ശുശ്രൂഷകന്റെ എളിമയോട് കൂടി വേണം ആ ഒരു അധികാരത്തെ ചേർത്ത് വയ്ക്കപ്പെടേണ്ടത്. വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മളത് കണ്ടു. കർത്താവിന്റെ ശക്തി വളരെ വലുതാണ്. പക്ഷെ വിനീതർക്ക് ഇതൊക്കെ അനുഭവിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലും പ്രവർത്തന നിരതമാകണമെങ്കിൽ അതുപോലത്തെ ഒരു എളിമ, അതുപോലത്തെ ഒരു വിനയം, അതാണ് അത്രമാത്രം എന്ന് പറയാണ്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 1711-ാമത്തെ കന്യകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഫൗസ്തീന പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിലായിരിക്കുകയാണ്. അപ്പോൾ ആന്തരിക ജീവിതത്തെ പറ്റി എന്നോടൊന്ന് പഠിപ്പിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം കണ്ടിട്ട് പരിശുദ്ധ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാത്മാവിൻ്റെ യഥാർത്ഥമായ മാഹാത്മ്യം ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവസന്നിധിയിൽ സ്വയം എളിമപ്പെട്ട് തന്നെ മറന്ന് താൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെടുന്നതിലുമാണ്. ദൈവം മഹത്വപൂർണനാണ്, എന്നാൽ എളിമയുള്ളവരിൽ മാത്രമേ അവിടുന്ന് പ്രസാദിക്കുകയുള്ളൂ. അഹങ്കാരികളെ അവിടുന്ന് എപ്പോഴും എതിർക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആന്തരിക ജീവിതം, ആധ്യാത്മിക ജീവിതത്തെ കുറിച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്നുള്ള ഫൗസ്തീനയുടെ ആഗ്രഹത്തിന് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്ത് ഏറ്റവും എളുപ്പം മാർഗമെന്ന് പറയുന്നത് എളിമയാണ്. എന്നിട്ട് പറയാ, എളിമയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്, അഹങ്കാരികൾ എപ്പോഴും കർത്താവ് എതിർത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതേ കാര്യം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനത്തിലാണ്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:6, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ സഹോദരങ്ങൾ, ഞാൻ വിചാരിക്കുക, നമ്മൾ ചിന്തിച്ചു നോക്കിയ, അതായത് ദൈവം നമ്മൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാധാരണ ഒരാൾ എതിർക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം.
അപ്പൊ ദൈവം നമ്മുടെ എതിരാളിയായി തീരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ പല വിധത്തിലുള്ള അഹങ്കാരത്തിന്റെ ആത്മപ്രശംസയുമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് ദൈവം ഇത്രയും കാലം എതിരാളി ആകാതിരുന്നത് ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണെന്ന് ഓർക്കണം. എന്നിട്ട് പറയാ, എളിമയുള്ളവർക്കാണ് കർത്താവ് കൃപ നൽകുന്നത്. ഇത് പത്രോസ്ലീഹ ലേഖനത്തിൽ 1 പത്രോസ് 5:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ, ദൈവ അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സഭയിൽ വിശുദ്ധരും മറ്റൊരു വാക്കുകളിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് നമ്മളോട് പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വചനമുണ്ട്. അതിതാണ് ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 16:18. സുഭാഷിതങ്ങൾ 16:18. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിന്റെയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാശം വരാൻ പോകുന്നതിന്റെ ഒരു മുന്നോടിയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം അധപതനത്തിന് പോകാൻ ഒരുങ്ങുന്നതിന്റെ മുന്നോടിയാണ് അഹന്ത പതുക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത്. ഞാൻ പണ്ട് ഒരു എപ്പിസോഡ് അഹങ്കാരത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മറുവശം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അഹന്തയും അഹങ്കാരവും അധപതനത്തിൻ്റെയും നാശത്തിൻ്റെയും മുന്നോടിയാണെങ്കിൽ എളിമപ്പെടാനുള്ള അവസരമെന്ന് പറയുന്നത് ഈശോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതിന്റെ മുന്നോടിയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എളിമപ്പെടാനുള്ള ചാൻസ് വരുമ്പോൾ ഓർക്കണം, ഇതാ ഈശോ വരുന്നു. ഈശോ വരുന്നതിന്റെ തൊട്ട് മുന്നോടിയായി നമുക്കുണ്ടാകുന്ന ഒരു അവസരമാണ് ഇഷ്ടംപോലെ എളിമപ്പെടാനുള്ള അവസരങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ പിടിച്ചു നിർത്തേണ്ട വലിയ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനങ്ങൾ സ്നാപക യോഹന്നാനിലൂടെ കർത്താവ് സംസാരിച്ചാണെന്ന് നമുക്കറിയാം. നിങ്ങൾ ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുകയെ. അതായത് സ്നാപക യോഹന്നാന്റെ മുൻപിൽ ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി സ്നാപക യോഹന്നാനെ വലിയ ആരാധനാ ഭാവത്തോടെ നോക്കുമ്പോൾ സ്നാപക യോഹന്നാൻ പറയാണ്, എന്നേക്കാൾ ശക്തനാകുന്നവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ ഒരു വാറ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എൻ്റെ സഹോദരൻ, ഒട്ടും അഹങ്കാരമില്ലാത്തവർക്ക്, അത്ര എളിമയുള്ളവർക്ക് ഇത് പറയാൻ പറ്റൂ. ഇതാരും കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഈശോ അന്നേരം ആ സ്ഥലത്തില്ല. ആരെയും കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതല്ല. ശരിക്കും വളരെ സിൻസിയർ ആയിട്ട് സ്നാപകം പറയുകയാണ്. Praise the Lord. Praise the Lord. ആ വചനം എഴുതിയിരിക്കുന്ന ഓർഡർ ഞാനത് ശ്രദ്ധിച്ചു. ഇതങ്ങോട്ട് പറഞ്ഞു തീർന്ന് അടുത്ത സെക്കൻഡ് സമയത്ത് കാര്യം എന്തറിയാമോ? അത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1:9 രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഗലീലിയിലെ നസറത്തിൽ വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ, അതായത് സ്നാപയോഹന്നാൻ അതുപോലെ തന്നെ താഴ്ത്തി എളിമപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സ്നാപയോഹന്നാന്റെ മുമ്പിലേക്കാണ് ഈശോ വരുന്നത്. ഇതുകൊണ്ട് എളിമയുള്ള സ്ഥലത്തേക്ക് ദൈവം വരികയാണ്. Praise the Lord. Praise the Lord. ആ വചനഭാഗത്തിന് ദൈവശാസ്ത്രപരമായ പല അർത്ഥങ്ങളും ഉണ്ട്. എന്നാൽ ഞാനതൊരു ആധ്യാത്മിക അർത്ഥത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. എൻ്റെ സഹോദരൻ സ്നാപയോഹന്നാൻ അതുപോലെ എളിമപ്പെട്ടു, പരിശുദ്ധമ്മ അതുപോലെ എളിമയുണ്ട്. അതുകൊണ്ട് ഈശോ അടുത്തേക്ക് വരികയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ ഏറ്റവും അടുത്തേക്ക് വരുന്ന സമയമാണ്. എളിമപ്പെടാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും ചാടി പിടിക്കണം. ഈശോ വന്ന് ചാടി പിടിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ പറയാം Hallelujah. Hallelujah. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ എളിമയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുകയുള്ളൂ. എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുക. ആ പറഞ്ഞ വചനങ്ങളെല്ലാം ഇവിടെ നിറവേറുക. അടുത്ത സെക്കൻഡ് എന്താ സംഭവിച്ചത്? ഈ അത്രയ്ക്ക് എളിമപ്പെട്ട് നിൽക്കുന്ന സ്നാപയോഹന്നാന്റെ മുമ്പിൽ ഈശോ എളിമപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ? അവൻ മനുഷ്യനെ തന്നെ താഴ്ത്തി എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഓർക്കണം. ഫിലിപ്പി ലേഖനത്തിലെ അടുത്ത വാക്യം മാർക്കോസ് 1:10. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ എളിമയുടെ ഒരു കൂടാരമായി നിൽക്കുമ്പോൾ
ഈശോ എളിമയുടെ ഒരു മകുടമായി അവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ട് സ്വർഗത്തിന്റെ എല്ലാ അവസ്ഥയും മാറുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് അവിടേക്ക് ആവസിക്കുകയാണ്. Praise the Lord. Praise the Lord. അടുത്ത വാക്യം മാർക്കോസ് 1:11. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിന്റെ സാന്നിധ്യം വരികയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ അവിടെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ദൈവശാസ്ത്രപരമായി ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താ സഹോദരങ്ങളെ, സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നോക്ക്, എളിമപ്പെടുന്ന ഏത് രംഗത്തിലും പരിശുദ്ധ തൃത്വം വരികയാണ് സഹോദരങ്ങളെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാലോ, നമുക്കിപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അത് നമ്മളിങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ ഒരാൾ ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ആ പപ്പ അല്ലെങ്കിൽ മമ്മി കൊച്ചേ ആ സാധനം ഒന്ന് എടുത്തോണ്ട് പോവാ, അതല്ലെങ്കിൽ പറമ്പിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന കുട്ടിയെ വിളിക്കുകയാണ്. എന്നാൽ ഒരാൾ തൊട്ടടുത്താണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിന് മുമ്പിലാകാം, മാതാപിതാക്കന്മാരുടെ മുമ്പിലാകാം, സഹോദരങ്ങളുടെ മുമ്പിലാകാം, അധികാരികളുടെ മുമ്പിലാകാം, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ മുമ്പിലാകാം, നിന്നേക്കാൾ പ്രായം കുറവുള്ളവരുടെ മുമ്പിലാകാം. എളിമപ്പെടാൻ കിട്ടുന്ന സമയത്താണ് എൻ്റെ സഹോദരങ്ങളെ ദൈവം ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ സമീപത്തായിരിക്കുന്നത്. ആ സമയത്ത് ഈശോയുടെ കാര്യം കണ്ട് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞ് നടക്കപ്പാക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്നറിയോ, എളിമപ്പെടാൻ ഇഷ്ടം പോലെ ചാൻസുകൾ കിട്ടും. അതെല്ലാം നല്ല സന്തോഷം എടുക്കുക. എന്നിട്ട് കർത്താവിന് പറയാം, കർത്താവ് ഈ കാര്യം ഒന്ന് ശരിയാക്കണം. പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീർച്ചയായും തീരുമാനമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർക്കണം. അതെന്താണെന്നറിയാവോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് രൂപപ്പെടുത്തി വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, 100 കണക്കിന് 1000 എളിമപ്പെടാനുള്ള അവസരങ്ങളായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ ദൈവം നിനക്ക് തരുന്നത്. അത് ഇൻസീനോ ജേസു എന്ന് പറയുന്ന പുസ്തകത്തിൽ 427 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ പദ്ധതി സ്വീകരിക്കാൻ ഇവയൊക്കെയിലൂടെയും ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു. എൻ്റെ ഉപയോഗത്തിനുള്ള ഒരു ഉപകരണമാക്കാൻ നിന്നെ ഞാൻ എളിമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ആ ഒരു വൈദികൻ ചോദിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ, ഞാൻ ഇതുപോലത്തെയുള്ള സാഹചര്യങ്ങൾ, ഒരുപാട് തകർച്ചകൾ, പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ, അങ്ങനെ കലുഷിതമായ ഒരുപാട് അവസ്ഥകൾ കടന്നുപോയി. എൻ്റെ കർത്താവ് എന്തിനാ ഇങ്ങനെ കടത്തിവിട്ടത്? കർത്താവ് പറയാ, എൻ്റെ പദ്ധതി സ്വീകരിക്കാൻ ഇവയിലൊക്കെയിലൂടെ ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു. എന്റെ ഉപയോഗത്തിന് ഉപകരണമാക്കാൻ ഞാൻ നിന്നെ നിരന്തരം എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എളിമപ്പെടാൻ കിട്ടുന്ന ഏത് അവസരം വിനിയോഗിക്കുക, ധൈര്യം ഉപയോഗിക്കാം. ഈശോ തൊട്ടടുത്ത് വരും. ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് വിചാരിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. അതായത് ഞാൻ എളിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള വിഷമം മുഴുവൻ സഹിച്ചുകൊണ്ട് എളിമപ്പെട്ടൊരു കാര്യമില്ല. മറിച്ച് ദൈവസ്നേഹത്തെ പ്രതി എളിമപ്പെടുക എന്നുള്ള കൃപ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം പെട്ടെന്ന് ഉത്തരവുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പൈശാചിക പീഡകൾ, തിന്മയുടെ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലോ നടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരനെ, ആ പിശാചിനെ പുറത്താക്കാൻ ഏറ്റവും എളുപ്പ മാർഗവും ഇത് തന്നെയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 30:11, ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൺ ഇല്ലാതായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനം ആദ്യം വായിച്ചിട്ട് കുറേ സമയം ഇരുന്നു. കാരണം അതുപോലത്തെ എന്തൊരു ബ്യൂട്ടിഫുൾ വചനം എൻ്റെ സഹോദരങ്ങളെ. ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാണില്ലാതായി എന്ന് പറഞ്ഞാൽ, ഇപ്പം തമ്മിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വില്ല് കൊലച്ച് അമ്പയ്യാൻ വേണ്ടി റെഡി ആയിരിക്കാം. അപ്പം ഇതിൻ്റെ ആ ഞാനുണ്ടല്ലോ, ആ ഞാൻ അവിടെ ഉണ്ടെങ്കിലാണല്ലോ ഈ അമ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സംഗതി ദൈവം അങ്ങോട്ട് അയച്ചു കളഞ്ഞു. അപ്പം പിന്നെ അമ്പയ്യാൻ പറ്റുകയല്ല. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാവോ? പിശാചിന്, ശത്രുവിന് നമ്മുടെ മേലുള്ള കടിഞ്ഞാൻ ഇല്ലാതായി പോയിന്ന്. കടിഞ്ഞാൻ എന്ന് പറയുന്നത് എന്താ? ഒന്ന് മറ്റൊന്നിനെ നിയന്ത്രിക്കുന്ന സംഗതിയാണ് കടിഞ്ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട്
ശത്രുവായ പിശാച് നമ്മളെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ചില വിദ്വേഷം, അത് എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥ, തിരിച്ചു പറയണം എന്നുള്ള ചിന്ത, താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ദൈവം എന്ത് ചെയ്തു? ദൈവം അങ്ങോട്ട് അയച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് കടിഞ്ഞാണില്ലാതായി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എളിമപ്പെടാൻ തീരുമാനമെടുത്താൽ ഒപ്പത്തിനൊപ്പം പറയേണ്ട സാഹചര്യമായിരുന്നു. പക്ഷെ മിണ്ടിയില്ല. സന്തോഷത്തിന് എളിമപ്പെട്ടാൽ ശത്രുവിന്, പിശാചിന് കടിഞ്ഞാണില്ലാതായി പോയില്ലേ? എന്തൊരു മനോഹരമായ വചനമാണിത്. ഒന്ന് വിട്ടുകൊടുത്ത്, ഒന്ന് സാരമില്ലാന്ന് വെച്ചു, ഒന്ന് പോട്ടെ എന്ന് വെച്ചു, പിശാചിന് കടിഞ്ഞാൻ പോയില്ലേ? അതുകൊണ്ടാണ് ഇൻസേനോ ജേസ് എന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ 435 പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിന്റെ ശത്രുവിനെ നിരാശനാക്കുന്നതും പരാജയപ്പെടുത്തുന്നതുമായ പടച്ചട്ട എളിമയാണ്. വിനയമുള്ളവനായിരിക്കും എൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ നിന്റെ മനസ്സിനെ, ഹൃദയത്തെ വിഷലിപ്തമാക്കാൻ ഒരു വിധത്തിലും അവന് സാധിക്കുകയില്ല. ശത്രു പിശാചാണ്. അപ്പൊ പിശാച് ഒരുപാട് പരിശ്രമിച്ചിട്ടും അവന് നിരാശയാണ്. എന്താ കാരണം? ഇവന്റെ മേൽ വിജയിക്കാൻ പറ്റുന്നില്ല, അവനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? അവൻ ഇട്ടിരിക്കുന്ന പടച്ചട്ട എളിമ എന്ന് പറയുന്ന പടച്ചട്ടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എളിമയുള്ള വ്യക്തിയെ പിശാചിനെ തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിരന്തരമായി ചില തരത്തിലുള്ള പീഡകൾ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു എളിമപ്പെടാൻ കിട്ടുന്ന ചാൻസ് 5, 10, 16, 20 എത്രയാകട്ടെ, അതെല്ലാം നല്ല സന്തോഷത്തിൽ എടുക്കുക. ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയും കൂടാതെ തന്നെ പിശാച് പുറത്തേക്ക് പോകും. നമ്മുടെ കുടുംബത്തിൽ ഒരാള് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധനത്തിൽ കെട്ടപ്പെട്ട് കിടക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ കുറെ എളിമപ്പെടാനുള്ള അവസരങ്ങൾ മുഴുവൻ എളിമപ്പെട്ടിട്ട് ഈ കാര്യം വെച്ച് കർത്താവിനോട് വാക്ക് പറഞ്ഞ അപ്പോൾ ഡെലിവറൻസ് ആണ്. ഫൗസ്തീന ഡയറിയിൽ 450 ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളല്ല, ശത്രു നമ്മളെയാണ് ഭയപ്പെടേണ്ടത്. അഹങ്കാരികളെയും ഭീരുക്കളെയും മാത്രമാണ് സാത്താൻ തോൽപ്പിക്കുന്നത്. കാരണം എളിമയുള്ളവർ ശക്തരാണ്. ഒന്നിനും എളിമയുള്ള ആത്മാവിനെ പരിഭ്രമിക്കാനോ ഭയപ്പെടുത്താനോ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശരിക്കും പിശാച് എവിടെയാണ് വസിക്കുന്നത്? പിശാച് വസിക്കുന്നത് എളിമയില്ലാത്തടത്താണ് വസിക്കുന്നത്. എളിമയുള്ളിടത്ത് വസിക്കാൻ പറ്റിയല്ല. എളിമയുള്ളവർ ശക്തരാണ്, അവനൊന്നും ചെയ്യാൻ പറ്റിയല്ല. മരുഭൂമി പിതാവായ മരുഭൂമി അന്തോനി, അങ്ങനെ ഒരാളുണ്ട്. മരുഭൂമി അന്തോനി മരുഭൂമി പിതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോക്കുമ്പോൾ പിശാച് എല്ലാ സ്ഥലത്തും വല വെച്ചിരിക്കുക. എവിടേക്ക് കാലെടുത്ത് വെച്ചാലും പിശാചിന് വല കുടുങ്ങും. അപ്പോൾ അന്തോണി ചോദിച്ചു, ഇത് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും പിശാചിനെ കെണിയിൽ കുടുങ്ങാതെ? അപ്പോൾ കർത്താവ് വെളിപ്പെടുന്ന എങ്ങനെയാണ്? ഒരു സ്വരം കേട്ടു. എന്താണ് സ്വരം? എളിമയ്ക്കു സാധിക്കും. എളിമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങളൊക്കെ കേട്ടിട്ട് വെറുതെ ഇത് ഇങ്ങനെ വിട്ടുകളഞ്ഞൊരു കാര്യമില്ല. പെട്ടെന്ന് പ്രാക്ടിക്കൽ ആക്കണം, വേഗം പ്രാക്ടീസ് ചെയ്യണം. ഈ വചനം കേട്ടാൽ അപ്പം തന്നെ വേഗം എളിമപ്പെടാൻ കിട്ടുന്ന ചാൻസുകളെല്ലാം ഉപയോഗിക്കുക. എന്നിട്ടോ പെട്ടെന്ന് കർത്താവിനോട് കാര്യങ്ങൾ പറയുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഓരോരുത്തരും പിശാചിനെ പുറത്താക്കുക, നമ്മളിൽ നിന്ന് പുറത്താക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനത്തിൽ 66 അധ്യായത്തിൽ 2 തിരുവചനം: ആത്മാവിൽ എളിമയും അനുതാപമുള്ളവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയത്തെ രൂപാന്തരപ്പെടട്ടെ. വലിയ എളിമ കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. വിനയമെന്ന കൃപയ്ക്ക് വേണ്ടി ഒരുപാട് ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമാ ഞങ്ങളിൽ പതിക്കേണമേ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, വിനയം നിറച്ചു നീ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന ഞങ്ങളെ വാർത്തെടുക്കൂ, വിനയം നിറച്ചു നീ ഉപയോഗിക്കൂ.
നിറച്ചു നീ ഉപയോ